പട്ടം SUT ആശുപത്രിയിൽ കൊലപാതകി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരത്തെ പ്രമുഖ ഒരു ഹോസ്പിറ്റലായ പട്ടം SUT ഹോസ്പിറ്റലിൽ ഭർത്താവ് തൻ്റെ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം കരകുളം സ്വദേശിയായ ജയന്തിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് ഭർത്താവായ ഭാസുരനാണ്. കഴിഞ്ഞ 1-2 വർഷമായി വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ജയന്തിയെയാണ് ഭാസുരൻ ഇന്ന് രാവിലെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഇവർ പട്ടം SUT ആശുപത്രിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നെഫ്രോളജിയിൽ ഡയാലിസിസ് ആവശ്യത്തിനു വേണ്ടിയാണ് അവർ അഡ്മിറ്റായത്. കഴിഞ്ഞ 9 ദിവസമായി പട്ടം SUTയിൽ ഈ ഡയാലിസിസ് നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഈ 1-2 വർഷങ്ങളായി അവർ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു എന്നാണ് വിവരം. ഇവർക്ക് 2 മക്കളാണുള്ളത്. ഒരു മകനുള്ളത് വിദേശത്താണ്, മകൾ നാട്ടിലുണ്ട്. മകൾ തന്നെ പറയുന്നു സാമ്പത്തികമായി തങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു വൃക്കരോഗം ബാധിച്ചു കഴിഞ്ഞാൽ കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാവും. ഓരോ ഡയാലിസിസിനും ആയിരക്കണക്കിന് രൂപ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു എന്നാണ് വിവരം. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടെ റൗണ്ട്സിനെത്തിയ നഴ്സുമാർ നോക്കുമ്പോൾ അതാ 5ാമത്തെ നിലയിൽ നിന്നും ഒരാൾ താഴേക്ക് എടുത്തു ചാടുന്നത് കണ്ടു. അത് ജയന്തിയുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയവർ ഉടൻ തന്നെ അവർ ജയന്തിയുടെ റൂമിലേക്ക് എത്തിയപ്പോൾ കണ്ടത് ഈ ട്രിപ്പിടുന്ന ആ ട്യൂബിട്ട് ജയന്തിയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടിരിക്കുന്നു. ഇത് കണ്ട നഴ്സുമാർ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ അവർ അധികൃതരെ വിവരം അറിയിച്ചു. മറ്റുള്ളവരെല്ലാം ചേർന്ന് ഭാസുരനെ 5ാം നിലയിൽ നിന്നും ചാടിയ ഭാസുരനെ എടുത്ത് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ വേണ്ടുന്ന പ്രൊസീജിയറുകളെല്ലാം ചെയ്ത് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹം മരിച്ചു എന്നാണ് വിവരം. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ പട്ടം SUTയിൽ ഉണ്ടായത്. 2 പേരുടെയും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് അവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശവസംസ്കാരം അവരുടെ വീട്ടുവളപ്പിൽ നടക്കും എന്നാണ് വിവരം. കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ചികിത്സിക്കുവാൻ മറ്റു മാർഗമൊന്നുമില്ലാതെയാണ് ഇപ്രകാരം ഒരു കടുത്ത നടപടിയിലേക്ക് പോയത് എന്നാണ് വിവരം. ഏതായാലും മനസാക്ഷിയെ വളരെയേറെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായി പോയി അവിടെ. പട്ടം SUT ഹോസ്പിറ്റലിലാണ് ഇന്ന് ദാരുണമായ ഈ കൊലപാതകവും ആത്മഹത്യയും അരങ്ങേറിയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.